നമസ്കാരമുണ്ട്. നമ്മളിപ്പം സ്റ്റേറ്റ് അവാർഡും ഫയർഫോഴ്സിന് സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ അവാർഡൊക്കെ ലഭിച്ച ശേഷമുള്ള ഒരു അഭിമുഖമാണ്. അഭിമുഖം എന്ന് പറയുന്നതിൽ വർത്തമാനം പറയുന്നത്. പ്രത്യേകിച്ചും സാറും ഞാനും നാട്ടുകാർ അരിയല്ലൂർ ദേശത്തുകാരാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡൊക്കെ ലഭിച്ച സമയത്ത് ആ ദേശം എന്ത് ചെയ്യുന്നു, അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത് നോക്കിക്കണ്ടത്. എന്തായിരുന്നു ഈ അവാർഡ് ലഭിച്ച സമയത്തുണ്ടാകുന്ന അനുഭവം എന്തായിരുന്നു? സത്യത്തിൽ അവാർഡ് ലഭിച്ചപ്പോൾ നമുക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും കുറച്ചൊരു ടെൻഷൻ, ഉത്തരവാദിത്ത ബോധം കൂടി എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആളുകളുടെയൊക്കെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സമൂഹത്തോടും ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ കുറച്ചുകൂടി കൂടുതൽ അർപ്പണബോധം കാണിക്കണം. അത് എത്രത്തോളം കാണിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിക്കും എന്നുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ പബ്ലിസിറ്റി വരുമ്പം എനിക്ക് കൂടുതൽ ടെൻഷൻ വരാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ബോർഡ് വെക്കുമ്പോഴും കഴിയുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് കഴിയുന്നതും പിൻവലിയാൻ നോക്കും. അതെ, അപ്പം നമുക്ക് ടെൻഷനാണ്. കാരണം നമ്മളൊരു സത്യത്തിൽ പലപ്പോഴും പണ്ട് മുതലേ ഞാനൊരു പെർഫെക്ഷനിസ്റ്റാണ്. ആ പെർഫെക്ഷൻ 100% ഒരു 99% എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ടെൻഷൻ ഉണ്ടാവും. ഇത് കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നവർ, വെറും ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഇതായിരിക്കും. പക്ഷേ ഈ അംഗീകാരം കിട്ടിയത് ഞാൻ അതിന് വേറൊരു തലത്തിലാണ്. അംഗീകാരം നമ്മളിപ്പം പ്രസിഡൻറ്റിൻ്റെ 2 അവാർഡ് ലഭിച്ചിട്ടുണ്ടല്ലേ? അതെ, പ്രസിഡൻറ്റിൻ്റെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡല് 2019 കിട്ടി. ഇപ്പം 25 വിശിഷ്ട സേവ മെഡൽ 26 അതിന് മുമ്പുള്ള അവാർഡ് സ്റ്റേറ്റിൻ്റെ അതിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള മെഡൽ 2014 കിട്ടിയിട്ടുണ്ട്. പിന്നെയൊരു ഇതാണ് സ്പെഷ്യൽ ബാഡ്ജ് ഓഫ് ഓണർ 2024 ചൂരൽമല ആ സംഭവം. ഈ ചൂരൽമല നമ്മൾ ഈ അവാർഡ് കിട്ടുന്നതിലേക്ക് ചൂരൽമലയിലെ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാറിൻ്റെ ഇടപെടലുകൾ അത് നമ്മൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്ക് ആ ഒരു 30-ാം തീയതി നമ്മൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്ത സമയത്ത്, ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിച്ച സമയത്ത് തന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറിയിപ്പ് തലേ ദിവസം കിട്ടിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു അലർട്ട് ഉണ്ട്, ആളുകളൊന്നും മാറുന്നിട്ടില്ല. എപ്പോഴും ആ സമയത്ത് ദുരന്തം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. തലേ ദിവസം നമ്മളുടെ ജില്ലാ ഫയർ ഓഫീസർ ശ്രീ ഋത്വിക് സാർ എന്നോട് പറഞ്ഞിരുന്നു, അലർട്ട് ഉണ്ട്, എപ്പോഴും എന്ത് സമയത്തും അങ്ങോട്ട് പോകാൻ തയ്യാറായിരിക്കണമെന്ന്. പിന്നീട് പുലർച്ചെ ഒരു 3 മണി നേരത്താണ് 2:30 ഹിറ്റ് ചെയ്തു. 2:30 സംഭവം നടന്നു. 3 മണിക്ക് സാർ എന്നോട് വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് പുറപ്പെടണം. അങ്ങനെ ഇവിടുത്തെ 4 ആളും ഞാനും വണ്ടിയിൽ. ദുരന്തത്തിൻ്റെ ഒരു ഭീകരത ശരിക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. യെസ് നമ്മളുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറത്തേക്കാണ് ഈ യാഥാർത്ഥ്യം എന്നുള്ളത്. നമുക്ക് ഭയങ്കരം, കാരണം അപ്പം നമ്മളുടെ മനസ്സൊക്കെ ശരിക്കും ഭയങ്കരം എന്തോ ഇതാകും. കാരണം എത്രയോ പെണ്ണുങ്ങളാണ് കൂടുതലും മരിച്ചു കിടക്കുന്നത്, അത്രയും ശവശരീരങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ അത്ര കഴിയില്ല. അപ്പം നമ്മളിത് കാണുമ്പോൾ ശരിക്ക് വല്ലാത്തൊരു, അപ്പം നമ്മൾ ആ സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ എന്നൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മനസ്സൊക്കെ ചിലപ്പോൾ എന്തോ ഒരു തലത്തിലാവും. ഭയങ്കര അത്രയും പ്യൂരിറ്റി, ശുദ്ധതയുടെ അത്രയും നമുക്ക് സത്യത്തിൽ ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഒന്നും നമ്മൾ ഇല്ല. ദുരന്തമുഖത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് മാത്രമാണ്. അതെ, അവിടെ ഇപ്പം വേണമെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളൊക്കെ ഉണ്ടല്ലോ അപകടം നടന്ന് അല്ലെങ്കിൽ പിന്നെ അപകടം ഉണ്ടാക്കിയിട്ട് കവർച്ച നടത്തുന്ന ടീമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നമ്മൾക്കൊരിക്കലും, ഫയർഫോഴ്സുകാർക്ക് ഒരിക്കലും അങ്ങനെ കഴിയില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് നമ്മളുടെ കഴിവല്ല, നമ്മളുടെ ഒരു അർപ്പണ ബോധം എന്ന് പറയും. ആ സമയത്ത് നമ്മളല്ലാതായിട്ട് മാറും. അതുകൊണ്ടാണ് ഇപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് പറ്റുമോ, പക്ഷെ അത് നമ്മൾ ചെയ്തു വരിക എന്ന് പറയുന്നത്. അതെ, ആ സമയത്തെല്ലാം മറന്നു പോകും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മളുടെ ഒന്നും ഇത് വരുന്നത്, നമ്മൾ ആ ഒരു ക്രൈസിസ് ടാക്കിൾ ചെയ്യുക എന്നുള്ള ഒരു. ഇപ്പോൾ ഈ ദുരന്തമുഖമുണ്ട്. ഇപ്പം നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ചൂരൽമല. അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ സർവീസിനിടയിൽ മറ്റേതെങ്കിലും ദുരന്തങ്ങളിൽ ഇങ്ങനെ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്? സർവീസിലോ? സർവീസ് കാലഘട്ടത്തിനിടയിൽ. സർവീസ് കാലഘട്ടത്തിൽ കുറേ ഉണ്ട്. ചൂരൽമലയിൽ പുറമേ പിന്നെ 11 പേര് മരിച്ചിട്ടുള്ള നമ്മളെ മിഠായി തെരു ഫയർ അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഫയറിലും 2ാമത്തെ ഫയറിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആദ്യത്തെ ഫയർ കാണുമ്പോൾ നമ്മൾ
ഈ മാനിക്യൂൻ പിന്നെ ടെക്സ്റ്റൈൽസിലൊക്കെ വെക്കുന്ന മാനിക്യൂൻ ഉണ്ടല്ലോ, അത് കത്തിക്കരിഞ്ഞതാണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. മനുഷ്യ ശരീരങ്ങളായിരുന്നു എന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആ സ്പോട്ട്, ഞാൻ മീൻചന്ത സ്റ്റേഷനിലായിരുന്നു, ബീച്ച് സ്റ്റേഷനിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളാണ് എത്തുന്നത്. ഈ പടക്കങ്ങളൊക്കെ ഞങ്ങളുടെ കാലിൻ്റെ ഇടയിൽ നിന്നാണ് പൊട്ടുന്നത്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ പിന്നെ ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇതൊന്നും പലപ്പോഴും നമ്മൾ വെളിപ്പെടുത്താറില്ല. ഇപ്പോൾ ഈ സർവീസ് സാറേ, ഇപ്പം നമ്മളിപ്പം ഏത് വർഷമാണ് സർവീസിൽ കയറിയത് ഈ ഫയർഫോഴ്സ്? ആദ്യം ഡയറക്റ്റ് ഫയർഫോഴ്സ് തന്നെ ആയിരുന്നു നമ്മൾ ഈ ഇങ്ങനെയുള്ളത് കയറിയത്? PSC ഞാൻ 1996 നവംബറിലാണ് ട്രെയിനിങ്ങിനായിട്ട് KAP 4th മാങ്ങാട്ട് പറമ്പ് കണ്ണൂർ ചേർന്നത്. 1996. അന്ന് നമ്മൾക്ക് അത്രയും ബൾക്കായിട്ട് PSCയുടെ ഒരു ഫസ്റ്റ് ബാച്ച് ഫയർമാനെ എടുക്കുന്നത് ആ സമയത്താണ്. 1993 അഡ്വൈസ്മെന്റ് വന്നിട്ട് ട്രെയിനിങ് സെന്റർ ഇല്ലാതെ എന്നിട്ട് 96 ട്രെയിനിങ്. അങ്ങനെ മറ്റൊരു ഇപ്പം നമ്മളിത് എഴുതാൻ ഇപ്പോൾ വേറെ വീട്ടിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ആരെങ്കിലും ഒക്കെ നമ്പർ എഴുതിയിരുന്നു അങ്ങനെ? അതായത് പിന്നെ മാഷക്കറിയാമല്ല, നമ്മളെ വീട് എന്നൊക്കെ പറയുന്നത് ശരിക്കും കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒരു ഇതായിരുന്നു. അച്ഛന് ഏറ്റവും വലിയൊരു താല്പര്യമായിരുന്നു മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ. അപ്പോൾ അച്ഛൻ നന്നായിട്ട് പത്രം വായിക്കും. പത്രത്തിൽ എവിടെയെങ്കിലും നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാത്തിനും അയക്കും. പിന്നീട് ഇതിൻ്റെ ഒക്കെ എനിക്കൊരു പബ്ലിക് സ്പേസിൽ ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കിയതൊക്കെ അച്ഛനായിരിക്കും. കാരണം ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴൊക്കെ. വീട്ടിലൊരു കിണറിൽ ഇറങ്ങാൻ വരെ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ കമ്പൽ ചെയ്യും, എവിടെയെങ്കിലും ട്യൂഷൻ പഠിപ്പിക്കാൻ പോകണമെന്ന് പറയും. അപ്പം ഞാൻ എങ്ങനെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും? പക്ഷെ അച്ഛൻ അതെ, അത് എനിക്കാകെ ഇറക്കിയ ഞാൻ എങ്ങനെ അപ്പോഴും ഇതുണ്ട്, നമുക്ക് കഴിവുണ്ടെങ്കിലേ നമ്മൾ. പക്ഷേ ഭാഗ്യവശാൽ ഒരു 7 വർഷത്തോളം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ. അത് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഫയർഫോഴ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അധ്യാപനം ഒരു തൊഴിലായിരുന്നു. ഈ രണ്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള തൊഴിലാണ്. അധ്യാപനവും കുട്ടികളായിട്ടുള്ള ഫേസ് ചെയ്യുന്നു, മറ്റത് വേറൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനം. ഇതിൽ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിച്ചത്? അതിന് മുമ്പുള്ള അധ്യാപന ജീവിതം സംതൃപ്തി ലഭിച്ചിട്ടുണ്ടോ? അധ്യാപന ജീവിതം എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയായിരുന്നു ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ടീച്ചിങ് പ്രത്യേകിച്ച് അന്നൊക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഈ പാരലൽ കോളേജ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടീച്ചർ ആവുക എന്നുള്ളത്, കുട്ടികളെ എങ്ങനെ എളുപ്പത്തിൽ പഠിപ്പിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരിക്കലും ഞാൻ ബിലോ ആവറേജ് ആയിട്ടില്ല. കാരണം നല്ല പേരായിരുന്നു പഠിപ്പിക്കണം. അതെ, ആ കഴിവ് എനിക്ക് കിട്ടിയിരുന്നു. അതോടെ പിന്നെ മാഷ് ചോദിച്ചിട്ടുള്ള ആ ചോദ്യത്തിൽ സംതൃപ്തി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒരിക്കലും ഞാൻ പറയാം കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആയിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ ജീവനും സ്വത്താണ് രക്ഷിക്കുന്നത്. ആ ജീവൻ എന്ന് പറയുന്നത് ആർക്കും തിരിച്ചു കൊടുക്കാനോ പിന്നെ കാക്കാനോ പറ്റാത്തൊരു സാധനമാണ്. നമ്മളുടെ ചിലപ്പോൾ ഞങ്ങൾ അറിയാം, ചില സമയത്തൊക്കെ ചിലപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനായിരിക്കും. ആ അച്ഛൻ ആ കുട്ടിക്ക് അച്ഛൻ പോയ ആ കുട്ടിയുടെ ജീവിതം, ആ കുടുംബമൊക്കെ താറുമാണ്. അവിടെ നാട്ടുകാർ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു കൈ പിടിച്ച് ജീവിതത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതെ, അവിടെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. അവിടെയൊക്കെ ആ കുട്ടികൾ അല്ലെങ്കിൽ ആ കുടുംബമൊക്കെ നമ്മളെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും. ആ കണ്ണിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അവിടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതെ അവർക്ക് അതിന് നന്ദി പറയാനുള്ള ഒരു വാക്കുകൾ അവർക്ക് കിട്ടൂല. കാരണം അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു നമ്മളെ കയ്യിലാണ് അവരുടെ ജീവിതവും. അപ്പോൾ അവരിങ്ങനെ കണ്ണിലേക്ക് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും, നമ്മൾ ജസ്റ്റ് അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ നിന്നുള്ള ഒരു സ്പാർക്ക് ഉണ്ടാകും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ നന്ദി പ്രകടനം. ആ സമയത്ത് സത്യത്തിൽ നമ്മളെ ബാക്കിയൊക്കെ മറന്നു പോകണം. അതെ, നമ്മളെ കുടുംബം പോലും നമ്മൾ മറക്കും. കാരണം പിന്നെ അവരുടെ കുടുംബമാണ് നമ്മളെ. അതെ, അത് എന്തുകൊണ്ടായിരിക്കുന്നു? നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ അത്രയും, കാരണം ഞങ്ങൾ അങ്ങനെ ആയിപ്പോകും. കാരണം എല്ലാവരുടെയും കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമ്മൾ അതിനായിട്ട് എപ്പോഴും നല്ല കേട്ടോ, ആ ഒരു ഇതിൽ എപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മളിങ്ങനെ അതിനായിട്ട് യൂസ്ഡായി പോകും. കാരണം എപ്പോഴും ജനങ്ങളുടെ നിസ്സഹായസ്ഥയും. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനം കാക്കാനും ആളുകളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും പിന്നീട് ആ കുടുംബത്തിൻ്റെ എല്ലാമായ ആളുകളെ രക്ഷിക്കാനും അവിടെ നമ്മളെല്ലാം മറക്കും. എല്ലാം മറക്കുന്നതിലാണ് പലപ്പോഴും ഞങ്ങളുടെ ഒരു
പത്തോളം ആളുകൾ. അതാണ് ഇതിൻ്റെ വേറൊരു സംഭവം. നമ്മളിത് മറന്നിങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്വന്തം ജീവിതം പോലും നമുക്ക് എന്ത് ചെയ്യണം, ത്യജിക്കേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ആ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും വല്ലാതെ വേദനിപ്പിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മൾ ഈ അപകട സമയങ്ങളിൽ നമ്മളിൽ നിന്നും അകന്നു പോയി, അല്ലെങ്കിൽ മരിച്ചു പോകുന്നൊരവസ്ഥ. അതെ അതെ. അങ്ങനെയൊക്കെ. കാരണം ഒന്ന് രണ്ട് പിന്നെ ഞാൻ സർവീസ് കയറി കല്യാണം കഴിക്കുന്നത് 2002 ഒരു വർഷത്തിനുള്ളിൽ എന്തോ ആണെന്ന് തോന്നുന്നു വടകര ദുരന്തം. വടകര ഞാനന്ന് മലപ്പുറം മീൻചന്തയ്ക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അവിടെ 3 ഫയർഫോഴ്സുകാർ പിന്നെ മരണപ്പെട്ടു. അത് ഉണ്ടായ സംഭവം പിന്നെ അവിടെ ആൾ കുടുങ്ങി കിടക്കുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി, കുറേ ആളുകൾ കാഴ്ചക്കാർ വന്നപ്പോൾ ഇത് ഇടിഞ്ഞു വീണു. പക്ഷേ അത് എനിക്ക് അത്രയും സ്ട്രൈക്ക് ചെയ്യാനുള്ള കാര്യം, ഞാൻ കിടന്നുറങ്ങുമ്പോഴാണ് വൈഫ് പെട്ടെന്ന് വിളിക്കുന്നത്. അവളാകെ പേടിച്ചിട്ട്, കാരണം ഇവരുടെ ജീവിതം ഇതാണോന്ന് അവരപ്പോഴാണ് അറിയുന്നത്. ഇത് പിന്നെ ഇത് ഫയർഫോഴ്സുകാർ 3 ആൾ മരണപ്പെട്ടു എന്ന്. അപ്പോൾ ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ പരിചയമുള്ള ആളുകൾ. അപ്പോൾ അത് നമ്മൾ വളരെ നമുക്ക് കുടുംബം ഉണ്ടല്ലോ, നമ്മളിപ്പം ഭാര്യ കുട്ടികളൊക്കെ ഉള്ള കുടുംബം. ഈ കുടുംബം സത്യത്തിൽ ഇത്ര അഡ്വഞ്ചറായുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യപ്പെടുത്തിയിട്ടില്ലേ സാറിന്? ഉത്തരവാദിത്തമാണ് അത്, എന്തായാലും പോയേ പറ്റൂ എന്നുള്ള ബോധ്യപ്പെടുത്തൽ തന്നെയായിരിക്കില്ല നമ്മൾ കുടുംബവും നമ്മളപ്പം നിന്നുണ്ടായിരിക്കുക. ഒരു പക്ഷേ ഇതൊന്നും അവർക്ക് ആദ്യം ഒന്നും അറിയില്ല. അവരൊക്കെ ഇപ്പോൾ സാധാ ജനങ്ങൾ നമ്മളുടെ റിസ്ക് അവർക്ക് അറിയില്ല. സാധാരണക്കാരും വിചാരിക്കുന്നത് എന്താണ്, എപ്പോഴെങ്കിലും തീപിടുത്തുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ പോകുന്നത്. ജനങ്ങൾക്ക് നമ്മളുടെ ഒരു പിന്നെ വർക്ക് ശരിക്കും കാണാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ആയിരുന്നു എൻ്റെ വൈഫും. എൻ്റെ വൈഫിനൊന്നും ഒരിക്കലും ഈ റിസ്ക് ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ അവൾ ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ ഏതാണ്ട് പിന്നെ അറിയുന്നുണ്ട്. അതെ. അപ്പോൾ അവൾ എൻ്റെ പെങ്ങളെ മകന് ഫയർഫോഴ്സിൽ കിട്ടിയപ്പോൾ അവൾ പറയുന്നുണ്ട്, അവനോട് എങ്ങനെയെങ്കിലും വേറെ ജോലി എഴുതിയിട്ട്. അതായത് ഇതിൻ്റെ റിസ്ക്, കാരണം പിന്നെ സമീപകാലത്ത് എത്രയോ ആളുകൾ അതെ സ്ട്രെസ് ഉണ്ടാകും. പിന്നെ ഈ നമ്മൾ അഡ്വഞ്ചറസ് വർക്ക് ചെയ്യുന്ന നമ്മളുടെ തടി ഒരിക്കലും നോക്കില്ല. അത് നമ്മളെ ജീവനക്കാരൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളുടെ ഒരാൾ കിണർ ഞാൻ ട്രെയിനിങ് കൊടുത്താണ്. പിന്നെ ആളുകൾ ഇതാക്കി പിന്നെ കാഴ്ചക്കാരായി നോക്കിയെന്ന് കല്ല് വീണ് ആൾ മരണപ്പെട്ടു. അപ്പം നമ്മളുടെ ജീവനക്കാർ ഇവിടെ അത് കേട്ടാൽ നമ്മളുടെ ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അടുത്ത ദിവസം ഒരു കിണർ വന്നാൽ, പക്ഷേ ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഇത് നമ്മളുടെ ജോലിയാണ്. ഒരു പട്ടാളക്കാരനെ പോലെയാണ് നമ്മൾ അടുത്ത ദിവസം ഒരു കോൾ വന്നിട്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഭീരുത്വമാണ്. ഇത് നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മളുടെ ജീവൻ്റെ വിലയാണ് നമ്മൾ ശമ്പളമായിട്ട് വാങ്ങുന്നത് എന്ന് സാറേ. പിന്നെ ഇത് ഞാനിപ്പം അരിയല്ലൂർ എനിക്ക് പരിചയമുണ്ടല്ലോ, ഈ അരിയല്ലൂർ സാറെ പരിചയമുണ്ട്. നമ്മളിപ്പോൾ ഇത് രണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്ന സാറിന് രണ്ട് രീതിയിൽ വശമുണ്ട്. ഒന്ന്, അരിയല്ലൂരിൻ്റെ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സജീവമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ഒന്ന് സംസ്കൃതി പോലെയുള്ള ക്ലബ്ബുകളിൽ, അല്ലെങ്കിൽ മുകുളം പോലെയുള്ള ഞാനും കൂടിയുള്ള ഭാഗമാക്കായിരുന്നു. മറ്റൊന്നെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള റിസ്ക് ആയിട്ടുള്ള കുറേ അഡ്വഞ്ചറുള്ള സാധനങ്ങൾ, ഈ രണ്ടും കൂടെ സമന്വയിച്ച് പോകുന്നതിനുണ്ടാകുന്നൊരു സന്തോഷം. കാരണം നമ്മൾ പ്രത്യേകിച്ചും ഫോഴ്സിന് ഇടപെടുന്ന ആൾക്കാർക്ക് സാംസ്കാരിക മേഖലയിൽ നിന്ന് ഇടപെടാനുള്ള സമയം ഉണ്ടാവില്ല, മാനസികാവസ്ഥ ഉണ്ടാവില്ല. സാർ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു അതിൽ? പിന്നെ ഞാൻ ഈ ഓഫീസർ കാറ്റഗറിയിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് കൂടുതൽ സമയം കിട്ടിയിരുന്നു. ഒരു 10-25 വർഷത്തോളമൊക്കെ ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ നടന്നിരുന്നു. വളരെ സജീവമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു ഈ സാംസ്കാരിക പ്രവർത്തനം, ഈ എഴുത്തുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മാഷക്ക് എന്നെ അറിയാം, മുകളത്തിൽ നമ്മൾ എത്രയോ സൃഷ്ടികളൊക്കെ നമ്മൾ ഓരോ ഫീച്ചേഴ്സ്, അവിടുത്തെ നാട്ടുകാരെ പരിചയപ്പെടുത്തുന്ന ഓരോ ഫീച്ചറുകൾ വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാവുന്നതാണ്. പിന്നീട് ഈ ഒരു ഇത് തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുക. പിന്നീട് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ ക്ലബ്ബ് സംസ്കൃതി വള്ളിക്കുന്ന് എന്ന് പറയുന്നത് നാട്ടിൽ കുറേ മാറ്റങ്ങൾ, ഒരു ചരിത്രം തന്നെയാണ്. കാരണം അതിലൊരു അഭിമാനം എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ അവിടെ PSC കോച്ചിങ് നടത്തിയിരുന്നു. ഈ കോച്ചിങ് സെൻ്ററൊക്കെ വരുന്നതിന് മുമ്പ് കോച്ചിങ് ഒക്കെ നടത്തിയിട്ട് അവിടെയുള്ള 1-2 നമ്മളെ ക്ലബ്ബ് തന്നെ 2-3 ആളുകൾ, ഒരു പക്ഷേ ഈ ഏതോ മേഖലയിൽ വള്ളിക്കുന്നൊക്കെ മാഷക്ക് അറിയില്ല, പലപ്പോഴും വഴി തെറ്റാനൊക്കെ മാർഗ്ഗമുള്ള ഇഷ്ടംപോലെ സ്ഥലം ഇതുണ്ട്. അപ്പം വഴി തെറ്റിപ്പോകാവുന്ന അവസ്ഥയിൽ 1-2 ആളുകൾക്ക്, 2-3 ആളുകൾക്ക്, 1-2 ആളുകളെ ഞാൻ പഠിപ്പിച്ചിട്ട് തന്നെയുണ്ട്. അവരൊക്കെ ഇപ്പം പോലീസിലും പിന്നെ
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ജോലിയായി. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്കൊരു ഇതാണ്. കാരണം സംസ്കൃതിയുടെ വിരുദ്ധമുള്ള ആളുകൾ കുറേ ഉണ്ടായിരുന്നു. അതിനൊരു കാറ്റഗറി എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പം ആ ഒരു കാലത്തെ സംസ്കൃതി പോലെയുള്ള ക്ലബ്ബുകൾ ഇടപെടൽ ഒരു ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഹ്യൂമാനിറ്റി സത്യത്തിൽ നമ്മുടെ ഈ ചെയ്യുന്ന ജോലിയിൽ ഹ്യൂമാനിറ്റി ഒരു വലിയ ഘടകം കൂടിയുണ്ട്. ഹ്യൂമാനിറ്റി അപ്പം അന്നത്തെ ആ ഒരു ഇടപെടൽ തന്നെയായിരിക്കാം ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്തതിൽ. അതെ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ നല്ല നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ആ ക്ലബ്ബ്. കാരണം അതിലൂടെ ഇപ്പം മനുഷ്യർക്കറിയില്ല, ചിലപ്പോൾ നമ്മളൊരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും സജീവമായിട്ട് പാട്ട് പാടാനൊക്കെ അതിൽ പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മളുടെ ഒരു സാന്നിധ്യം അങ്ങനെയൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം മാഷ് പറഞ്ഞ പോലെ അതിൽ ഓഫീസർ റാങ്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരിക്കലും എനിക്ക് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് ഒരിക്കലും കഴിയില്ല. കാരണം അവിടെ ഞാൻ ഇതിനെ മാറ്റി വെക്കേണ്ടി വരും, ഇതിനോട് ചതി ചെയ്യേണ്ടി വരും. പക്ഷേ അതിലൊരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ അന്നം, നമ്മുടെ ചോറ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സമയം കിട്ടില്ല. പക്ഷേ അതിനെ അതൊരിക്കലും തളരാതെ അതിനെ അതെ വേറെ ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അതിനെ ഇപ്പോഴും ലൈവാക്കി. സാറേ 96 ജോയിൻ ചെയ്തത് അല്ലേ? ഇപ്പോൾ 2026 എത്തി. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ആരംഭത്തിലുണ്ടാകുന്ന സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങളുടെ ലഭ്യതകൾ, അതിൻ്റെ സാധ്യതകളൊക്കെ ഉണ്ട്. ഈ 1996 2006 എത്തുമ്പോൾ ഫയർഫോഴ്സ് എത്രമാത്രം വളർന്നിട്ടുണ്ട്? വളരെയധികം. കാരണം ഞങ്ങളൊക്കെ എൻ്റെ തലമുറ എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ 2 ഘട്ടങ്ങൾ കണ്ടവരാണ്. അതായത് ഈ വളരെ ആധുനിക സൗകര്യങ്ങളും അത്രമാത്രം ആധുനിക സൗകര്യങ്ങളില്ലാത്ത ഇതൊക്കെയാണ്. അന്നൊക്കെ നമ്മളുടെ കായിക ബലം കൊണ്ടും മനക്കരുത്തുകൊണ്ടൊക്കെ ആണ് നമ്മൾ പല കാര്യങ്ങൾ. കാരണം ഇന്ന് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സ്ക്യൂബ സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരസെറ്റ് എന്നറിയും. പിന്നെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിട്ടുള്ള ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ വലിയ പുഴയിലൊക്കെ നീന്തി ആളുകളെ മുങ്ങിയെടുത്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളുടെ മനക്കരുത്തും നമ്മൾ ബാല്യകാലത്ത് നമ്മൾ ട്രെയിനിങ്ങിൻ്റെ അഭാവം കിട്ടിയിട്ടൊന്നും ആയിരിക്കില്ല. അതല്ല, അന്നൊന്നും ഇങ്ങനെ സ്കിൽഡ് വർക്കിനുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നു. നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് അങ്ങനത്തെ പിന്നെ ചെറിയ ശരിക്കും നന്നായിട്ട്. അതെ, ഇപ്പം ശരിക്കും ഏറ്റവും നമുക്ക് പറയാൻ പറ്റും, നമ്മൾ പല NDRFൻ്റെ കൂടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പം അവർ പറയും ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഏറ്റവും ഇന്ത്യയിൽ മറ്റുള്ള, കാരണം അത്രത്തോളം ഇപ്പം സർക്കാർ തലത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊക്കെ ഇതിന് റിസർച്ച് വിങ് തന്നെയുണ്ട് നമുക്ക്. അപ്പം ഇതിനൊക്കെ മോഡേണൈസേഷന് വേണ്ടിയിട്ട് മാക്സിമം ഇപ്പം അത്രയും ലെവലിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് മീഡിയയിലും നമ്മൾ കുറേ അങ്ങനെയാണ് മീഡിയയുടെയൊക്കെ ശ്രദ്ധ. ഇപ്പം ആമേഞ്ചൽ ഇതൊക്കെ അവിടെ ചൂരൽമല ഇതൊക്കെ നമ്മൾ ചൂരൽമല ശരിക്കും നമ്മൾ കാണുകയാണ്. കാരണം ലൈവായിട്ട് കയറി അവിടെ ഓരോ ആളുകളെ കൊണ്ടുവരുന്നത് രംഗമൊക്കെ പിന്നെ നമ്മളുടെ ഈ ഒരു വണ്ടിയുണ്ട്, ഈ വണ്ടിയുടെ മുകളിൽ എക്സ്റ്റൻഷൻ ലാഡർ ഉണ്ട്. ആ ലാഡർ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ പുഴയായി മാറിയ റോഡൊക്കെ തകർന്ന് പുഴയായി മാറിയ അതിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ആളുകളെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷപ്പെടുത്തിയത്. പിന്നെയാണ് പട്ടാളത്തിൻ്റെ ബെയിലി പാലൊക്കെ വന്ന് വാഹനങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ വലിയ സംതൃപ്തനാണ്. അപ്പോൾ ഈ 2026 വരെയുള്ള സംതൃപ്തനാണ്. അതെ, അതിൽ യാതൊരു പൊതുവെ എന്ന് വെച്ചാൽ ഫോഴ്സിലൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പോലീസായാലും ഒക്കെ സ്ട്രെസ് ധാരാളം അനുഭവിക്കുന്നുണ്ട്. അതെ, അവർ വളരെ സ്ട്രെസ്സാണ്. കാരണം അവർ പ്രത്യേകിച്ചും സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ജോലി രാജിവെച്ച് പോകുന്ന ആൾക്കാരുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ സാറ് ശരിക്കും ഈ 2026 96 മുതൽ 2023 ഹാപ്പിയാണ്. സംതൃപ്തി. കാരണം അത് നമ്മളുടെ ഡ്യൂട്ടിയുടെ ആ ഭാഗം ഞാൻ മാഷോട് പറഞ്ഞല്ലോ. കാരണം നമ്മൾ ഇവിടെ ഇപ്പം ഒഫീഷ്യൽ വർക്കിൽ, മിനിസ്ട്രിയൽ വർക്കിൽ ചിലപ്പോൾ നമുക്ക് പല ടെൻഷൻ ഉണ്ടാവും. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് ഭയങ്കര നമുക്ക് ഓവർലോഡ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു സ്പോട്ട് പോയിട്ട് നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ പിന്നെയും ഇങ്ങനെ ആവേശമാണ്. എവിടേക്കോ നമുക്ക് എന്തൊക്കെയോ ഇനിയും എനിക്ക് സാധിക്കും. ഇപ്പം ഇതിൽ സാർ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒറ്റക്കുള്ള പ്രവർത്തനമല്ല ഇത്, കൂട്ടായ്മ എന്ന് പറഞ്ഞാണ് എല്ലാ ഫോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ആത്യന്തികമായ വിജയം മുന്നോട്ടൊക്കെ. നമ്മൾ കൂടെ സർവീസ് ചെയ്യുന്ന കാലത്ത് ഈ 1996 മുതൽ 2006 വരെ സർവീസ് ചെയ്യുന്ന കാലത്ത് കൂടെയുള്ള ആളുകളുടെ സപ്പോർട്ട് എങ്ങനെയാണ്? യെസ് ഉണ്ട്. കാരണം അത് എനിക്ക് പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞാൽ മീഞ്ചന്ത സ്റ്റേഷനിൽ നമ്മൾ ഈ 2018-19 പ്രളയം വരുന്നതിന് മുമ്പ് മീഞ്ചന്ത ഒരു കണ്ണാടിക്കൽ ഭാഗത്തൊക്കെ ഒരു പ്രളയം ഉണ്ടായിരുന്നു. ശരിക്ക്
എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു സ്വപ്നം പോലെ നമ്മൾ പണ്ടൊരു ദേവൻ്റെ ഒരു വെള്ളം സിനിമയിൽ മാഷ് കണ്ടു, അതിലൊരു വെള്ളപ്പൊക്കം ഉണ്ട് ലാസ്റ്റ്. ശരിക്കും ആ സിനിമയായിട്ടാണ് ഞാൻ ആ ദിന കമ്പയിൻ ചെയ്തത്. അതായത് മൊത്തം വെള്ളം നിറഞ്ഞിട്ട് പാമ്പുകളൊക്കെ നീന്തി ഇതാവുന്നത്. അവിടെ രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങളുടെ ഒരു ഡിങ്കി, റബ്ബർ ഡിങ്കി എന്ന് പറഞ്ഞാൽ എയർ നിറച്ചിട്ട് പോകുന്നത്. അന്ന് നമ്മളെ ഒരു സപ്പോർട്ടുള്ള ഒരു ടീമുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സും കൂടിയാണ്, പല റാങ്കാണെങ്കിലും. അങ്ങനെ അന്ന് മാഷക്ക് അറിയില്ലല്ലോ, നമ്മൾ ഫയർഫോഴ്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഞങ്ങൾക്കുള്ളൊരു പരാതി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വെള്ളത്തിലിറങ്ങാനുള്ള യൂണിഫോം ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഫുൾ യൂണിഫോം അയച്ചിട്ട് തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങുക. അപ്പം മീഡിയയിലൊക്കെ വരിക, നാട്ടുകാർ മാറ്റം വന്നല്ലോ, ഇന്നൊക്കെ മാറ്റം വന്നു. ഇന്നൊക്കെ പിന്നെ അതിലേക്കുള്ള യൂണിഫോം പ്രത്യേകിച്ച് ഉണ്ട്. അതെ, അക്വാറ്റിക് ജാക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ലോവറും ഇതങ്ങോട്ട് അയച്ചു വെച്ചിട്ട് ബനിയനും ഇതിട്ടിട്ട് നാട്ടുകാർ കയറിയിരുന്നു. അപ്പോൾ എന്നോട് ഒരു സാറേ അവിടെ ഒരു ഗർഭിണി ഉണ്ട് ഇതാക്കണം. അപ്പം ഞാൻ ഡിങ്കിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഡിങ്കി അങ്ങോട്ട് പോകാൻ വയ്യില്ല, നീന്തി. അപ്പോൾ ഇത് ഒരിക്കലും പാടില്ല ഇതൊന്നും ഇങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ നമുക്ക് മീഡിയനെ ഇതാണ് ഞാൻ അറിയും വേണം, കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു യശസ് കാണിക്കും. പക്ഷേ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബനിയനിലൊക്കെ വെള്ളം നിറഞ്ഞ് പെട്ടെന്ന് നമ്മൾ താന്നു പോകുന്ന ഒരവസ്ഥ വന്നു. അവിടെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തിന് എൻ്റെ ഉള്ളൊന്ന് കാളിയിട്ടുണ്ട്. കാരണം ഉള്ളത് കാളിയത് ഒരിക്കലും എൻ്റെ ജീവൻ പോകുന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ അവിടെ പോയാൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ, കാരണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അവിടെ പോയി. കാരണം ഒരു രക്ഷാപ്രവർത്തകൻ അവിടെ പരാജയപ്പെട്ടു പോവുകയാണ്. പക്ഷേ അവിടെ അപ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മളുടെ ഗ്രൂപ്പ്, ഇപ്പം മാഷ് പറഞ്ഞല്ലോ ഗ്രൂപ്പ് വർക്കാണ്. നമ്മൾ ഓരോ ഇത് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വാച്ച് ചെയ്യും. അപ്പോൾ നമ്മളെ കൂടെ ഉള്ള ആളെന്ത് ചെയ്തു, റോപ്പ് അങ്ങോട്ട് ഇട്ടു. ആ റോപ്പിൽ പിടിച്ച് നമ്മളിങ്ങനെ ആരും അറിയുന്നില്ല, നാട്ടുകാർ, മീഡിയ ആരും അവിടെ ഇല്ല, കാരണം മീഡിയയ്ക്ക് അവിടെ എത്താൻ പറ്റില്ല. പക്ഷേ അത് എൻ്റെ ജീവിതത്തിലെ ഒരു മനസ്സിൽ നിന്ന് പെട്ടെന്ന് കാളിപ്പോകുന്ന ആളുകളുടെയും കൂടി ഒരു ആളുകളുടെ സപ്പോർട്ടാണ്. സ്നേഹം നമ്മൾ തിരിച്ച് നമുക്ക് ജീവിതത്തിലൊക്കെ കിട്ടും. കാരണം ഇപ്പം നമ്മളുടെ ഇപ്പോൾ സപ്പോർട്ട് ഫയർഫോഴ്സിൽ പലപ്പോഴും ഈ എന്താ പറയുക, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോലെ പാരവെപ്പ് അങ്ങനത്തെ ഉണ്ടാവില്ല. കാരണം ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു 5 ആൾ പോകണമെങ്കിൽ ഈ 5 ആളുകൾ മനസ്സ് ആ സമയത്ത്, പിന്നെ എപ്പോഴാണെങ്കിലും ആ സമയത്ത് ഭയങ്കരമായ ഇത് പറഞ്ഞു അല്ല, അധികാരം ഒരിക്കലും അത് നമ്മുടെ ഇപ്പം സിവിലിയൻസ് ഇവിടെ വന്നാലും നമ്മൾ ഒരിക്കലും അധികാരം, ഇപ്പോൾ NOC സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പൊതുജനങ്ങൾ കുറേ വരും ഇവിടെ. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ അവരെ പിന്നെ തീരെ പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് സങ്കടമാണ്. നമുക്കെങ്ങനെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ഒരാളെ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ നമ്മൾ അധികാരം പ്രയോഗിക്കുമ്പോൾ ഭയങ്കര സംതൃപ്തിയാണ്. പക്ഷെ നമുക്ക് അതൊരു വിഷമാണ് ഒരാളെ, കാരണം നമ്മൾ അധികാര സ്ഥാനത്തേക്ക് എത്തുന്നത് എന്തോ ഒരു ഇത് കിട്ടാൻ വേണ്ടി. പക്ഷെ നമ്മൾ പരമാവധി അവരെ സഹായിക്കാൻ നോക്കും. സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു വിഷമാണ്, എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള വേദന. അല്ലാതെ ഒരിക്കലും നമ്മൾ അധികാരം അയാളിൽ പ്രയോഗിച്ചോ എന്നുള്ള ഇതല്ല. അങ്ങനെയൊക്കെയുള്ള പിന്നെ ഈ നമുക്ക് വർത്തമാനകാലത്ത് പുതിയ തലമുറയോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ചിലപ്പം എന്ത് ജോലി തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ പോലും നമ്മളിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ഈ ഫയർഫോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ഒരു പുതിയ തലമുറയോട് പറയാം? അത് പ്രത്യേകിച്ച് ഫയർഫോഴ്സിന് പിന്നെ തിരഞ്ഞെടുത്താൽ അത് ഓരോരുത്തരുതാണ്. പക്ഷെ തിരഞ്ഞെടുത്താലുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ കുറേ ഡിസിപ്ലിൻഡ് ആവും, കുറച്ച് എന്താ പറയുക ഹ്യൂമാനിറ്റി, ആ മാനുഷിക മൂല്യങ്ങൾ നമ്മൾ കുറേ അത്ര എക്സംഷൻസൊക്കെ ഉണ്ടാവും. എന്നാലും അത്ര വലിയ സാമൂഹിക വിരുദ്ധരൊന്നായിട്ടൊന്നും അങ്ങനെ മാറാൻ അങ്ങനെ ഫയർഫോഴ്സുകാർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫോഴ്സിൽ മിക്കവാറും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. മറ്റുള്ള ഈ കുടുംബം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഒരു ജ്യേഷ്ഠൻ ഫയർഫോഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കുടുംബം നമ്മൾ ഈ ഇത്ര ജോലി കിട്ടുന്നതിലേക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തിൻ്റെ നമ്മൾ ഫാദറിനെ പറ്റി പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ അറിവുകൾ കിട്ടുന്നതിൽ പത്രവായനയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ജ്യേഷ്ഠന്മാർ അടുക്കള ആളുകൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇത് ടെസ്റ്റ് എഴുതാനൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വലിയ ഏട്ടൻ ഫയർഫോഴ്സിലുണ്ടായിരുന്ന ഏട്ടനൊക്കെയാണ് എന്നെ പണ്ട് SLCക്കൊക്കെ പഠിക്കാൻ ട്യൂഷന്, അന്നൊന്നും പൈസയൊന്നും ഉണ്ടാവില്ല, ട്യൂഷന് ഇടാൻ അന്ന് 15 രൂപ മാസത്തിൽ ട്യൂഷൻ ഫീസ്. അപ്പോൾ ഏട്ടന് ഒരു റേഷൻ ഷോപ്പിനൊക്കെ പോകുമ്പോൾ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് ട്യൂഷൻ ഇതാക്കിയിട്ട്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ, ഞാൻ അന്ന് സ്ഥലത്തില്ലാഞ്ഞപ്പോൾ എൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് ഫയർഫോഴ്സുകളിൽ അദ്ദേഹവും
അയച്ചു, എന്നെ അയച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഒരുമിച്ചാണ് ഈ ടെസ്റ്റ് എഴുതുന്നത്. ഒരേ സ്ഥലത്ത് ടെസ്റ്റ് എഴുതുന്നു, ഒരേ സ്ഥലത്ത് രണ്ടുപേർക്ക് ഒരുമിച്ച് കിട്ടും ചെയ്യുന്നത്, ഒരേ സമയത്ത് കിട്ടി, ഒരേ സമയത്ത് ഫിസിക്കൽ ട്രെയിനിങ് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പിലൊക്കെ. അതൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സും നമ്മളുടെ സഹപ്രവർത്തകരൊക്കെ പറയും അത് ഭയങ്കര രസമായിരുന്നു അന്നത്തെ. പിന്നെ കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും കട്ടിയായിരിക്കും. അപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടുമ്പോൾ പിന്നെ ഒരാൾ കൂടി ഉണ്ട്, അതെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പം മറ്റുള്ളവർ പറയും, പിന്നെ പോലീസുകാരൊക്കെ ചീത്ത വാക്കുകൾ പറയും പല. അപ്പോൾ പെട്ടെന്ന് അവർ തന്നെ പറയും നിങ്ങളെ ഏട്ടനായ ഫോഴ്സിൽ. അങ്ങനെ നമ്മളിപ്പോൾ ട്രെയിനിങ് പീരീഡിലാണ് പലപ്പോഴും ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, അത് നമ്മളൊരു മോൾഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ദുരഭിമാനം ഞാൻ പറഞ്ഞല്ലോ, ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് സംസ്കൃതിയിൽ ഞാൻ വലിയ എന്താ പറയുക സാംസ്കാരിക നായകനായിട്ട് പ്രസിഡൻ്റൊക്കെ ആയിട്ട് പോയ ആൾ അവിടുന്ന് ഈ പലപ്പോഴും അങ്ങനത്തെ വാക്കുകൾ അത് പിന്നെ ഇതിൻ്റെ ഭാഗമാണെന്ന് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നീട് നമ്മളെ അതായത് എന്തിനായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം, അതിന് നമ്മളെ പ്രാപ്തരാക്കണം. ട്രെയിനിങ് എന്ന് പറയുന്നത് പിന്നെ അത്രയും കട്ടി നമ്മൾ എന്തിലും. ഇപ്പം നാളെ എൻ്റെ വൈഫ് ഒരു ഉത്സവ സ്ഥലത്ത് പോയിട്ട് പിന്നെ ഞാനൊരു തറയിൽ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ വൈഫ് പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞ് അവളുടെ ചേച്ചിയുടെ ഭർത്താവൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന എത്ര ഭാഗ്യമാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഈ ട്രെയിനിങ് അവരെവിടെയും പോയി കിടക്കാൻ അത്ര ട്രെയിനിങ് കിട്ടിയാണ്. ഇപ്പോൾ നമ്മളൊരു രക്ഷാപ്രവർത്തന സമയത്ത് കിട്ടാത്ത കട്ടിലും കിടക്കൊന്നും കിട്ടുമല്ലോ, ചിലപ്പം ഒരു പുഴയുടെ തീരത്തായിരിക്കും കിടന്നുറങ്ങുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ കുറേ ഇതാക്കാൻ ട്രെയിനിങ്ങൊക്കെ. കുടുംബം വൈഫ് എന്താ ചെയ്യുന്നു ജോലി? എനിക്ക് വൈഫും ഒരു മകളാണുള്ളത്. വൈഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് ഒരു 15 വർഷത്തോളം KSEBയിൽ സബ് എഞ്ചിനീയർ പോസ്റ്റിലൊക്കെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ പിന്നെ PSC എഴുതി 2020 ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ജോലിക്കാരാണ്. മകള് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു CETയിൽ. ഇപ്പോൾ ഫോർച്യൂൺ അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ ഞാൻ സന്തോഷം. കാര്യത്തിൽ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, കാരണം അരിയല്ലൂർ ദേശക്കാരനായ ഞാനും അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മളെ നാട്ടിൽ ചെറിയ ദേശമാണ്, ആ ദേശത്ത് ധാരാളം കവികളുണ്ടായിട്ടുണ്ട്, എഴുത്തുകാരുണ്ടായിട്ടുണ്ട്, ഇടപെടലുണ്ടായിട്ടുണ്ട്, അവാർഡും ലഭിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, അധ്യാപകർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മേഖലയിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വള്ളിക്കുന്ന് അരിയല്ലൂർ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ PSCക്ക് ഏറ്റവും കൂടുതൽ PSC കിട്ടിയ ജില്ലയിലേക്കുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് വേറൊരു അഭിമാനം. ഞാൻ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും സന്തോഷകരമായിട്ട് അനുഭവിക്കുന്ന സാധനം, ഒരു ദേശത്തുകാരൻ മറ്റൊരു ദേശത്തുകാരൻ എന്ത് ചെയ്യുന്നു വർത്തമാനം പറയുന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. ആ നിമിഷം കൂടി ഞാൻ ഇതിൽ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് എനിക്കും പിന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മൂഡിലല്ല. നമ്മളുടെ ഇപ്പോൾ പരിചയമുള്ള ആളുകളാകുമ്പോൾ നമ്മൾ എന്നെ ഈ അവാർഡ് കിട്ടിയപ്പോൾ ദൂരദർശൻ്റെ ആളുകൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് റിസർവ്ഡ് ആവും. ഇവിടെ നമ്മൾ പരസ്പരം പരിചയമുള്ള ആളുകൾ, അതെ, അവിടെ നമുക്കൊരു ഫ്രീ ആയിട്ട് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം കൂടി ഇതാക്കുന്നത്, ഞാൻ ഈ അവാർഡ് നേട്ടം എന്ന് പറയുന്നതിൻ്റെ ആഘോഷിക്കപ്പെടുന്നതൊക്കെ ഒരു തലത്തിൽ മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ, ഇത് മറ്റുള്ളവർക്കൊരു മാതൃക. അതെ, അല്ലാതെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് അതിലൊരു നമ്മളിങ്ങനെ വെറുതെ പബ്ലിസിറ്റി ആവുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. ഈ ബോർഡ് തന്നെ ഞാൻ ഇവരോട് ഇടയ്ക്ക് മാറ്റിവെക്കാൻ പറയണമെന്ന് ആഗ്രഹിക്കണം, പിന്നെ വള്ളിക്കുന്നിലുള്ള. പക്ഷേ മറ്റുള്ളവർക്കൊരു പ്രചോദനം ആയിട്ട് അവർക്ക് എന്തെങ്കിലും. ഈ പ്രസിഡന്റിന്റെ ലാസ്റ്റ് കിട്ടിയ അവാർഡ് ഉണ്ടല്ലോ, അവസാനത്ത് 2025-26 കിട്ടിയ, അതെ, അത് ദേശത്തിൽ ഇന്ത്യയിൽ എത്ര പേര് കിട്ടിയത്? ഇന്ത്യയിൽ ആകെ പിന്നെ ഫയർ സർവീസ് മെഡൽ, വിശിഷ്ട സേവ മെഡൽ 2 പേർക്ക്. അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അതാണ്. ഇതിൽ പിന്നെ 2 പേർക്ക് ഒന്ന് ഒഡീഷ, ഒന്ന് കേരള. പിന്നെ പല ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇന്ത്യയിലെ മൊത്തം പാരാമിലിറ്ററി, മിലിറ്ററി, പോലീസ്, അങ്ങനെ എല്ലാത്തിനും കൂടി മൊത്തം 101 പേർക്കാണ് ഇന്ത്യയിലെ വാങ്ങിയിട്ടില്ല. ഇതിപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അതെ. പിന്നെ ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ നേട്ടം എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരിക്കലും നേട്ടമല്ല. കാരണം നമ്മൾ മറ്റുള്ളവരുടെ സപ്പോർട്ട്, അവരുടെ സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരിക്കലും പിന്നീട് നമ്മളുടെ മേലധികാരികളൊക്കെ അവരുടെ ഒരു വിശ്വാസമുണ്ട്. അവർ വിശ്വാസം ഇതിന് ക്രൈറ്റീരിയ എവിടെയെങ്കിലും നമ്മളുടെ ഒരു
സർവീസ് ബുക്കിൽ എന്തെങ്കിലും കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിന് പരിഗണിക്കപ്പെടുകയില്ല. ഇല്ല. പിന്നെ ഒരു മെഡൽ വാങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞിട്ടേ പ്രസിഡന്റിന്റെ സ്തുത്യർഹ സേവന മെഡൽ വാങ്ങി 6 വർഷം കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളതിന് പരിഗണിക്കുക ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. ഈ 2 മാസം അതെ, മെയിൽ റിട്ടയർ ചെയ്യാണ്. അപ്പോൾ സർവീസിനിടയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അത് കിട്ടുക എന്ന് പറയുന്നത് എന്തൊക്കെയോ ഭാഗ്യം, എന്തോ കുരുത്തം നമ്മൾ ചെയ്ത എന്തൊക്കെയോ ഒരു ഇത്. ഓക്കെ, സന്തോഷമുണ്ട്. ദിലീഷിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ടും രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന വിശ്വാസമാണ്. അതെ, മനസ്സ് തുറന്ന്. ഓക്കെ, താങ്ക് യു.